ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ കാണുന്നത് അപകടത്തിൽപ്പെട്ട ഒരു ബസ്സിൻ്റെ ബാക്കിയാണ്. ഈ ബസ് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കാരുടെ അടുത്ത് സ്ക്രാപ്പായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഓൺലൈൻ ലേലത്തിൽ അവർ പിടിച്ച ബസ്സാണത്. ഈ ബസ് അപകടത്തിൽപ്പെട്ടപ്പോൾ ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 19 പേരാണ് മരിച്ചത്. 2020 ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് ഈ ബസ് അപകടത്തിൽപ്പെട്ടത്. നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല, അത്ര വലിയൊരു അപകടമായിരുന്നത്. 48 യാത്രക്കാരുമായി ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരികയായിരുന്ന KSRTCയുടെ RS 784 നമ്പർ വോൾവോ ബസ്സാണത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്ത് അവിനാശിയിൽ വെച്ചാണ് ഈ ബസ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 3:30 മണിക്ക് എതിരെ അതിവേഗത്തിൽ വരികയായിരുന്ന ഒരു കണ്ടെയ്നർ ലോറി ഡിവൈഡർ മറികടന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വീഴുകയും ആ ലോറിയുടെ കണ്ടെയ്നറിന് മുകളിലേക്ക് നമ്മുടെ ബസ് ചെന്നിടിക്കുകയും ബസ്സിൻ്റെ വലതുവശത്തിരുന്ന നിരവധി ആളുകൾ പരിക്കേൽക്കുകയും മരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഈ ബസ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന് 6 വർഷത്തിന് ശേഷമാണ് ബസ് പൊളിക്കാനായിട്ട് എത്തിച്ചിരിക്കുന്നത്. ഇതുവരെ ഈ ബസ് ഉണ്ടായിരുന്നത് എടപ്പാളിലെ റീജിയണൽ വർക്ക്ഷോപ്പിലാണ്. ഇപ്പോൾ ഈ ബസ് തൃത്താലക്കടുത്ത് കണ്ണന്നൂർ എന്ന സ്ഥലത്ത് ഒഴിഞ്ഞ പറമ്പിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബസ്സിൻ്റെ കൂടെ വേറെയും ബസ്സുകളൊക്കെ ഉണ്ട്. അതും KSRTCന്ന് കാലാവധി കഴിഞ്ഞപ്പോൾ ഇവർ ലേലത്തിൽ പിടിച്ചതാണ് കേട്ടോ. ഇത് സ്ക്രാപ്പൊക്കെ ലേലത്തിലെടുക്കുന്ന ഒരു കമ്പനിയാണ്. അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബസ് ഈ രൂപത്തിലെങ്കിലും ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നിന്ന് തന്നെ ഓരോ ഭാഗങ്ങളായിട്ട് പൊളിച്ചിങ്ങനെ മാറ്റി കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നമ്മളിത് ലേലത്തിനെടുത്തിരിക്കുന്ന കമ്പനിയുടെ പേര് KGN സ്ക്രാപ്പ് കമ്പനി അല്ലേ? ഇത് എടുത്ത ആളുടെ പേരെന്താ? പേര് സിദ്ദിഖ്. ഒരു 2 ഒരു അൻവർ. രണ്ടാളുണ്ട് അല്ലേ? എന്താ ചേട്ടൻ്റെ പേരെന്താ? ബസന്ത്. അവരുടെ പേര് ധരം. സ്ഥലം എവിടെയാ? ഒഡീഷ അല്ലേ? ഓക്കെ. ഇതാണ് നമ്മുടെ ആക്സിഡന്റിൽ പെട്ട വണ്ടി അല്ലേ? വണ്ടി അപ്പോൾ കേസ് ഇത് അവിനാശി ദുരന്തത്തിൽപ്പെട്ട വണ്ടിയാണ് കേട്ടോ. സൈഡ് കണ്ടാൽ ആകെ പൊട്ടിത്തകർന്ന് പോയിരിക്കണം. ഈ സൈഡിലിരുന്ന ആളുകളാണ് അപകടത്തിൽപ്പെട്ടൊക്കെ. തമരനാ ധരം. ഓക്കെ. രണ്ടുപേര്. എത്ര ആത്മീൻ്റെ ഇവിടെ പണിക്ക്? 3 ആള്. ഓക്കെ. എന്നാ ഇവിടെ കൊടുന്നത്? കപ്പ് ആയേക്കാ 10 ദിവസമായല്ലേ? ഓക്കെ. ഇപ്പോൾ ഈ കാണുന്നതേ നമ്മുടെ ഈ ബസ്സിൻ്റെ സീറ്റുകളൊക്കെ അഴിച്ച് മാറ്റിയാണ് കേട്ടോ. റൈറ്റ് സൈഡിലാണ് ഒക്കെ പൊളിഞ്ഞു പോയത്. ലെഫ്റ്റ് സൈഡിലെ സീറ്റുകളും ബാക്കിയൊക്കെയാണ് ഇങ്ങനെ അഴിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അതെല്ലാം ഇവിടെ നിന്ന് പോകും. ഇത് വേറെയും കുറേ ബസ്സുകൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അതും എല്ലാം ഇതുപോലെ തന്നെ ഓരോ പോർഷനായിട്ട് അഴിച്ച് മാറ്റി ഒരു പൊളിച്ച് ദൂരേക്ക് കൊണ്ടുപോകും. ഇതാവുന്ന ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയെന്നാണ് തോന്നുന്നത്. ഇത് കുറേശ്ശെ അവർ പൊളിച്ച് നീക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവരെ ഗ്യാസ് കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ വെൽഡിങ്ങൊക്കെ ചെയ്ത് ഓരോ ഭാഗങ്ങളായിട്ട് പൊളിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ബസ്സാണ്, അവിനാശി ദുരന്തപ്പെട്ട ബസ്. ഈ സൈഡ് ഒക്കെ പൊളിച്ച് കഴിഞ്ഞു, തകിടൊക്കെ പൊളിച്ച് മാറ്റിയിരിക്കണം കേട്ടോ. മൾട്ടി ആക്സിൽ ബസ്സായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ നിലയിലെത്തി. അന്ന് അത്രയും ആളുകൾക്ക് അപകടം ഉണ്ടായി. പിന്നെ നമുക്ക് ഈ ബസ് ഒരു തരത്തിലും റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയില്ല തോന്നുന്നു.